അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉമ്മാനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സുന്ദരിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ബ്യൂട്ടി പാർലർ കൊണ്ടുപോകണോ എന്ന്. അതൊന്നല്ല, ഞാൻ ചെറുതായിട്ട് വെറുതെ ഒന്ന് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഉമ്മാൻ്റെ പല്ലിന് ഇങ്ങനെ പോടുണ്ടായിരുന്നേ, കൂട്ടിലെ പല്ലിനൊക്കെ ഇങ്ങനെ ചെറിയൊരു ഓട്ടം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക റൂട്ട് കനാലൊക്കെ ചെയ്ത് ചെറുതൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ കുറച്ച് കൂടുതലും ഇങ്ങനെ ഒരു വേരിയേഷൻ ഉള്ള ഒരാളാണ് എൻ്റെ ഉമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ആ സൈഡത്തെ പല്ലിന് കോട്ടത്തെ പല്ലിട്ട് കേട്ടോ, മുന്നത്തെ ഭാഗത്തെ പല്ലിനല്ല കോട്ടിലുള്ള പല്ലിനൊക്കെ ചെറുതായിട്ട് പിന്നെ പൊടിഞ്ഞു പോരുക, അതിൻ്റെ ചെറുതായിട്ട് പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ എങ്ങനെയെങ്കിലും പറിക്കാതെ കണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ, റൂട്ട് കനാലൊക്കെ ചെയ്തിട്ട് അത് അവിടെ തന്നെ നിർത്താൻ പറ്റുമോ എന്ന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് കനാൽ ചെയ്തിട്ടും അതുകൂടി പൊട്ടിപ്പോന്നിട്ട് എന്താ പറയുക ആ പല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങളൊക്കെ അമ്മാൻ്റെ നാവുമ്മ തട്ടിയിട്ട് നാവുമ്മലൊക്കെ മുറിയാവുക, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് പല്ല് ഡോക്ടറിൻ്റെ നല്ലൊരു മഞ്ചേരിയിൽ തന്നെ നല്ലൊരു കുറച്ചൊരു സീനിയറായിട്ടുള്ളൊരു ഡോക്ടറെ കാണിച്ചപ്പം ഇവർ പറഞ്ഞു കുറച്ച് ഇളകി നിൽക്കുന്ന കോട്ടിലുള്ള പല്ലുകളൊക്കെ എടുത്തിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പുതിയ പല്ലുകൾ വെക്കാം. ഉള്ള പല്ലുകൾ മുന്നത്തെ പല്ലുകളൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ചെറുതായിട്ട് ഇളകുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ട് നമുക്കിപ്പോൾ നമ്മൾ ജന്മനാളുള്ള പല്ലുകളൊക്കെ അവിടെ നിൽക്കുന്നത് നല്ലതില്ലേ. അപ്പോൾ അതവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള കോട്ടത്തെ പല്ലുകളൊക്കെ കുറച്ച് പല്ലുകളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി വേറെ പല്ല് വെച്ച് കൊടുത്ത് ഉമ്മാനൊന്ന് റെഡിയാക്കാം. അതാണ് ഞാൻ ഉമ്മാനൊന്ന് സുന്ദരിയാക്കാം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ മാസം വിചാരിച്ച ജനുവരിയിൽ തന്നെ പിന്നെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-ാം തീയതി ഐറുവിൻ്റെ ബർത്ത്ഡേ, പിന്നെ അങ്ങോട്ട് ഈ കഴിഞ്ഞ മാസം ഫുള്ള് പരിപാടികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവട്ടെ. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഉടുക്ക് പോകുമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയം നമുക്ക് പല്ല് പറിച്ചാലും വെക്കാനും ഒക്കെ ഉള്ള ടൈം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ കൂടെ ഒപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ, കുറേശ്ശെ വേണ്ട ചെയ്യാനും. അപ്പോൾ ഇന്ന് കുറച്ച് പല്ല് പറിക്കുന്നത് ഫുള്ളായിട്ട് പറിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പേടിയാണല്ലോ. 2-3 ദിവസം മുമ്പ് നേനെ കൊണ്ടുപോയിട്ട് ഉമ്മാക്കും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങൾ അവിടെ ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടാക്കി 3-ാമത്തെ ദിവസം പല്ല് പറിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒന്ന് പോവുകയാണ് കേട്ടോ. പല്ല് പറിക്കുന്ന ദിവസം എന്തായാലും ഞാൻ വരണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര തിരക്കാലം വേണ്ടിയില്ല, മക്കളുണ്ട്, കുട്ടികളുണ്ട്, മറ്റുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് അങ്ങനെ ഒരു ധൈര്യത്തിനാണ് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വേഗം ഇന്ന് പോകാനുള്ള പുറപ്പാടാണ്. ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതും എണീറ്റിട്ടില്ല കേട്ടോ, അവൾ മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാണ്. ഞാൻ നേരത്തെ വേഗം എണീറ്റ് എൻ്റെ ഓരോരോ പരിപാടികളൊക്കെ തീർക്കാണ്. ഇന്നലെ അലക്കി വെച്ചതൊക്കെയാണ് ഞാൻ നിർത്തിയിട്ടത്. ഇന്ന് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാനും പിന്നെ അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടു. അലക്കി ഉണങ്ങിയതൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്ലാസ്കൊക്കെ പറഞ്ഞ് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു കോപ്പയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചു. അങ്ങനെയാണ് നമ്മുടെ രാവിലെകൾ അങ്ങനെ തുടങ്ങുന്നത്. ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വെക്കുന്ന സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാം, കറിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് മതിയല്ലോ. ദോശ മാവുണ്ട്, പിന്നെ ഉച്ചക്ക് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിനും കൂടി ഒരൊറ്റ കറി മതിയല്ലോ, ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ രണ്ടിനും അതന്നെ മതി എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന പാകത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് കരുതി അങ്ങനെ ഉള്ളിയും ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ അതാ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഒറ്റ കറിയും 2 ഫുഡും. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ ഈ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊറോട്ട എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടില്ലേന്നല്ലോ ഒക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പോവല്ലേ, നമുക്ക് മക്കൾക്കൊക്കെ ഉള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ അത് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ തലേന്ന് തന്നെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ ഓൾറെഡി സെറ്റാണ്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വേഗത ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഐറൂസിന് എന്താ വെച്ചാൽ പൊറോട്ടയൊക്കെ നമുക്ക് അധികം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ മക്കളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾക്ക് പ്രത്യേകിച്ച് ഐറൂനൊക്കെ നല്ല ഫുഡ് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ ദോശയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മോന് വേണ്ടി സെപ്പറേറ്റ് ഞാൻ എരില്ലാത്ത തക്കാളി കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കൊക്കെ ഗീ റൈസിന് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടമൊക്കെ പൊരിച്ചാൽ പിന്നെ തൈരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. അപ്പോൾ ഓൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നെ പാല് കുപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ചു. മോളൂനാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, ഓള് ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഭയങ്കര ഇടങ്ങേറാട്ടോ. കാരണം ഒക്കെ ഇവിടുത്തെ സാധനം
സാധനങ്ങൾ ഇവിടെ അതവിടെ ഇവിടെ അതൊക്കെ കൺഫ്യൂഷനാണ്. ഒക്കെ ഇവിടെ അങ്ങനെ അടുക്കളയിൽ കയറി വലിയ പരിചയമില്ലല്ലോ. അപ്പം അവിടെ ആകുമ്പോൾ പിന്നെ ഓൾ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് ശീലമായതല്ലേ. ഇവിടെ വരുന്ന ടൈമിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര ഒരു ഇത് മടിയാണ്. അപ്പോൾ വേഗം വരണിട്ടമ്മച്ചി എന്നോൾ ഇന്നലെ തലേന്നേ പറയൽ തുടങ്ങി. ഇന്നലെ രാത്രി തന്നെ ഞാൻ വേഗം വരാം, ഒക്കെ ഒന്ന് റെഡി ഒന്ന് പല്ല് പറിച്ചിട്ട് ഉമ്മാക്കൊന്ന് ധൈര്യത്തിന് നിന്ന് കൊടുത്തിട്ട് വേഗം വരാം എന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നാളെ കുറച്ച് ലേറ്റായിട്ട് നീച്ചാൽ മതി, ഒരു 10-11 മണിക്കൊക്കെ നീറ്റാൽ മതി, എന്നാൽ പിന്നെ അത്രയും നേരം നിൽക്കണ്ടല്ലോ. ഇപ്പച്ചക്കുള്ള ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ച് ചായ വരെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി. ഞാനാണെങ്കിൽ അത് ഇതുമ്മൂൻ്റെ ഒപ്പം അങ്ങോട്ട് ഇറങ്ങാമെന്നേ. കാരണം ഒക്കെ ഇന്ന് 9:30ക്കാണ് ക്ലാസ്. അപ്പോൾ അതിൽ 9:15 സ്കൂൾക്ക് പോകണം. അപ്പോൾ ആ ഒരു സമയം 9:15 തന്നെ ഇറങ്ങാം എന്നാണ് എൻ്റെ പ്ലാന്. 10:30ക്കാണ് അവിടെ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുള്ളത് പല്ല് പറിക്കാനും. അപ്പോൾ വേഗം ഉണ്ടാക്കിയിട്ട് ഒരു 8:30 ഞാൻ ഇതുമ്മൂനെ വിളിച്ചു കേട്ടോ. ഒക്കെ പിന്നെ ഇന്നലെ രാത്രി തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒന്ന് മേലേക്ക് യൂണിഫോം മാറ്റി അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ 8:30 പോയി വിളിച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒരടുപ്പത്ത് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തകൃതി പണിയിലാണ്. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് തീരൂലേ. മറ്റേ നമുക്ക് ഉച്ചവരെ ഈ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഉച്ചവരെ ഉണ്ടാവും. ഞാൻ വീട്ടിലാവുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാനൊന്നും ഉണ്ട് അങ്ങനെ എപ്പോഴും എടുക്കാമല്ലോ, സമയമുണ്ടല്ലോ വിചാരിക്കും. ഇപ്പം നമുക്കൊരു വഴിക്ക് പോകാനൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരൂലേ. ഞാൻ ഒരു 8:30-9 ആകുമ്പോഴേക്കുന്നുണ്ട് ചോറും ആയി, ചിക്കൻ കറിയായി, ദോശയായി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 4:30 എണീറ്റിട്ട് 10 മണിയാകുമ്പോഴേക്കിൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കാറുണ്ട് എന്നൊക്കെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതിയിട്ടത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമ്മൾ നേരത്തെ തീർത്ത് വേഗം പണി തീർത്ത് നമ്മളെ പണി തീരാവുന്നുള്ള ഒരു 1-2 മണിക്കൂർ നമ്മൾ കിച്ചണിലാണ്ട് വേഗം ചേർത്ത് ഒരു 10 മണിയാകുമ്പോഴേക്കും തീർക്കാന്ന്. പക്ഷെ നമുക്ക് എവിടേക്കെങ്കിൽ പോകാനുണ്ടാവുന്ന ആ ഒരു ഉഷാറൊന്നും അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എടുക്കാമല്ലോ, ഇതന്നെയല്ലേ എന്നും പണി, ഇതന്നെയല്ലേ എല്ലാ ദിവസത്തെ പരിപാടി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാതെ നിൽക്കുന്നതാണ് കേട്ടോ. എന്തായാലും ചിക്കൻ കറിയായി. അപ്പോൾ ഏകദേശം ചിക്കൻ ഇനിയിപ്പോൾ അങ്ങനെ ചെറിയ തീയിലിങ്ങനെ വെന്താൽ മതി. ഗീ റൈസ് നമ്മളുടെ കുക്കറിലൊന്ന് കൂക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയപ്പോൾ ഞാനൊരു പാത്രത്തിൽ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടേക്കൊന്ന് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ച് പിന്നെ എന്താ പറയുക ചായ വരെ എൻ്റെ ഹസ്ബൻഡിനുള്ള കുടിക്കാനുള്ള ചായ വരെ തിളപ്പിച്ച് പിന്നെ മൂടി വെച്ചിട്ടുണ്ട്. മൂപ്പര് വരുമ്പോഴേക്കും അത് ഒരു 9:30 വരെ. അപ്പോൾ പാകത്തെ ചൂടൊക്കെ ആയി നിന്നോളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഇവിടെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അലക്കിയത് ഉണക്കി വെച്ചിട്ടേ ഉള്ളൂ. ചിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇനി വേഗം റെഡി ആവട്ടെ. ഇനി ഓട്ടോ ഞാൻ ഒരു 9-9:15 ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്ഥിരം പോകുന്ന ഓട്ടോ തന്നെ. അപ്പോൾ വരുമ്പോഴേക്കും എനിക്ക് വേഗം റെഡി ആവാമെന്ന് കരുതി എല്ലാ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതും അവിടെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി റെഡിയായി വന്നതിന് ശേഷമാണ് വിനോക്ക് ദോശ ചുട്ടെടുക്കുന്നത്. ഓള പരിപാടികളൊക്കെ കഴിഞ്ഞ് വെള്ളക്കുപ്പിയൊക്കെ നിറച്ച് ബാഗിലൊക്കെ ആക്കി അങ്ങനെയുള്ള പണികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യണത്, വേഗം ഡ്രസ്സ് മാറ്റാൻ പോണത്. മുകളിലാണ് ഇസ്തിരി ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ഓടിപ്പോയി അയൺ ചെയ്ത് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും പഴയ ഡ്രസ്സ് മതിയല്ലെന്ന് ഇതൊരു പഴയ ഡ്രസ്സും ഇട്ടിട്ടുള്ളത്. ഇതും ആകെ മൂഡ് ഔട്ടിലാണ്. ഞാൻ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മ എവിടേക്കെങ്കിലും പോകാനോ പിന്നെ അന്നത്തെ ദിവസം എനിക്കും ഭയങ്കര ദേഷ്യം. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. കാരണം നമ്മൾ എവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇതന്നെയായിരിക്കൂലേ. അതെപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്നൊക്കെ ഞാൻ അമ്മയോട് എന്തിനാ അമ്മ പോകണത്, നിങ്ങൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലുള്ള ടൈമിലൊക്കെ ഇന്ന് എനിക്ക് അവിടെ പോകാണ്ട് കേട്ടോ. അപ്പോൾ നീ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുമൂന്നി അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടാവും ഗീ റൈസൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, മോള് ഹണി എടുത്ത് വരും കേട്ടോ. ഓള് വിളിക്കൽ ഹണി എന്നാണ്, മോളുവിനെ ഇതും വിളിക്കൽ ഹണി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമുള്ള മോളൂന്ന് വിളിക്കലുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹണി തന്നെയാണ് വിളിക്കാറ്. അപ്പം ഹണി എടുത്ത് തരും കേട്ടോ. ഫുഡൊക്കെ ഓളെടുത്ത് തരും. ഈ പിന്നെ നല്ല കുട്ടിയായിട്ട് നിൽക്കേണ്ടിയൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടി ആയിരുന്നെ കരയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓള് മുഖം കിട്ട് റെഡി ആകുന്നില്ലൊക്കെ ഒരു മൂഡ് ഔട്ട് കിട്ട് മാറുന്നില്ല. പിന്നെ എന്താ പറയുക, മോള് വേണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച ആകുമ്പോൾ എന്താ വെച്ചാൽ 12 മണിക്ക് സ്കൂൾ വിടും. പിന്നെ 2 മണിക്ക് തുടങ്ങുള്ളൂ. 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. വീട്ടിൽ വരുമ്പോൾ പിന്നെ ഞാൻ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ സങ്കടക്ക് മാറി വരുന്നുണ്ട്. പിന്നെ മിഠായി വാങ്ങാൻ 10 രൂപ തരാൻ അമ്മച്ച് വരുമ്പോൾ എന്തെങ്കിലും മിഠായി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സോപ്പിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേഗമൊക്കെ ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. കരകായിട്ടുണ്ട്. ഞാനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശയൊക്കെ ചുട്ടെടുത്തു. ഞാൻ പിന്നെ
ഒന്നും കഴിച്ചില്ല. ഞാൻ ചുടുവെള്ളം കുടിച്ചപ്പോൾ എനിക്ക് ഈ ടൈമിലൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ ബസ്സിന് പോവല്ലേ, എന്തെങ്കിലും ഒരു ചായയെങ്കിലും ഉണ്ടാക്കി കുടിച്ച് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയം എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വേഗം വെള്ളം മാത്രം ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിച്ചു. ഞാൻ പോയി അവിടെ നിന്ന് എത്തിയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടൊക്കെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കരുതി ഞാൻ വേഗം ഇതുമുന്നുള്ളത് നെയ്യൊക്കെ ആക്കിയിട്ടാണ് ചുട്ടെടുക്കുക. നെയ്യിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ദോശയൊക്കെ ചുടുമ്പോൾ. അപ്പോൾ ഒക്കെ ദോശയിൽ നെയ്യൊക്കെ ആക്കി ചുട്ടു കൊടുത്തു. പിന്നെ അതിക്ക് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം ഒക്കെ ഇങ്ങോട്ട് പിന്നെ മൂടോട്ടം കണ്ട് മാറുന്നില്ല, എങ്ങനെ സോപ്പിട്ടിട്ടും ഇങ്ങോട്ട് റെഡി ആവണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓളവിടെ കഴിക്കുന്നുണ്ട്. ഞാനിവിടെ അപ്പോൾ പിന്നെ ഒരു ചുട്ട് വെക്കുകയാണ്. സാധാരണ നമ്മളിവിടെ ദോശ അങ്ങനെ ചുട്ട് വെക്കാറില്ല. പിന്നെ വരുന്നവർക്ക് ഇങ്ങനെ എടുത്തു അപ്പൊക്കെ ചുടാറുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനൊന്നും നേരമില്ലല്ലോ. ഞാൻ കുറച്ച് എൻ്റെ ഹസ്ബൻഡിനുള്ളതും ഐറൂസിനുള്ളതും ചുട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളുവിനോട് പറഞ്ഞു ചുട്ട് വെച്ചിട്ടുണ്ട്, ഇനിപ്പിച്ച് തിന്നിട്ട് ബാക്കിയില്ലെങ്കിൽ ഈ ചുട്ട് കൊണ്ടിട്ടോ ചട്ടിയും പാത്രമൊക്കെ അവിടെയൊക്കെ വോയിസ് എന്താ പറയുക വാട്സപ്പിൽ വോയിസ് അയച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ പോകാനുള്ള സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് സ്റ്റാൻഡിലേക്ക് പോകാൻ. അങ്ങനെ 9:15 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ഉള്ള സ്കൂൾക്ക് പോകാൻ കുട്ടികളൊക്കെ പോകുന്ന റോഡാണ്. കുറേ കുട്ടികളങ്ങനെ പോകുന്നുണ്ട്, നല്ല തിരക്കാണ്. കാരണം മക്കൾ സ്കൂൾക്ക് പോകുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ സ്കൂളിൻ്റെ അവിടെ ഇറക്കി ഞാൻ നേരെ സ്റ്റാൻഡിൽ പോയി. ബസ് കയറി 9:30 തന്നെ ബസ് കിട്ടി. ഒരു 10:15 ഞാൻ മഞ്ചേരി എത്തി. മഞ്ചേരി ഞാൻ നെല്ലിപ്പറമ്പ് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നീലുവിനൊരു മുട്ടായൊക്കെ വാങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഞങ്ങളെ എവിടേക്ക് പോകണത്, ഹോസ്പിറ്റലിലേക്ക് പോകണത്. കാരണം 10:30 അവിടെ എത്തണം. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു 10:20 ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അകത്തേക്ക് കയറി നീലുവിന് മുട്ടായൊക്കെ കൊടുത്തു. അപ്പോൾ ഓക്കിനോ സുന്ദരനായി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞാനും പോരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സ് മേലും നാവുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് മുട്ടായി. അങ്ങനെ ഞങ്ങളിത് അപ്പം തന്നെ ഇറങ്ങി പോയി. പിന്നെ ഒരു മണിക്കൂറിൻ്റെ തകൃതിയായിട്ടുള്ള പണികളായിരുന്നു കേട്ടോ. പല്ല് പറിക്കുന്ന സമയത്തൊക്കെ ഉമ്മാക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് അതൊന്നും ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നൂലല്ലോ, കഴിയൂലല്ലോ. ഞാൻ ഉമ്മാൻ്റെ ടെൻഷനൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി, പല്ലൊക്കെ പറിച്ചതാ. പിന്നെ വീട്ടിലെത്തി. പക്ഷെ വിചാരിച്ചത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു സൈഡത്തതാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. ഇനി മറ്റേ സൈഡത്ത് എടുക്കാനുണ്ട്. അപ്പോൾ വീങ്ങി നിൽക്കുന്നത് പഞ്ഞി വെച്ചതാണ്, അല്ലാതെ ഒന്നും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അതവിടെ പഞ്ഞി വെച്ചിട്ടുണ്ട്. ബ്ലഡിന് ഇതാവണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഇവിടെ എത്തിയ പാടിന് ഞാൻ തുത്തൂനൊക്കെ ഒന്ന് വിളിച്ചു, ആ മോളൂനൊക്കെ വിളിച്ചൊന്ന് കാണിച്ചു കൊടുത്തു. ഉമ്മാൻ്റെ പല്ല് പറിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. തുത്തൂന് അവിടുന്ന് കോഴിക്കോട് നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പോക്കാണെങ്കിൽ കാണാനും നല്ല ബുദ്ധി ഉണ്ടാവുമല്ലോ, എന്തായാലും ഇടങ്ങേറുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നമുക്ക് വേഗം വീഡിയോ കോൾ ചെയ്ത് അതൊക്കെ ഒന്ന് കാട്ടി കൊടുത്തു. പിന്നെ ഇമ്മടെ കിടക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ട്. മക്ക് മുസമ്പി ജ്യൂസ് ഞങ്ങൾ പോരുമ്പോൾ തന്നെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തരിപ്പായിട്ട്, അതായത് വായൊക്കെ തരിച്ചത് കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റണില്ല, കുടിക്കണത് അറിയണമില്ല. കുടിക്കണതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പോരുക, നമുക്ക് ഒരു സുഖം കിട്ടില്ല. അപ്പോൾ തരിപ്പ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കണം. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഫുഡ് അങ്ങനെ അമ്മക്ക് കൊടുക്കുന്നുണ്ട്, ജ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് ഫുള്ള് ജ്യൂസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ഞിയൊക്കെ ഊരി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. വേദനക്കുള്ള ഗുളികയൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പള്ളീൻ്റെ നേരെ ആയതുകൊണ്ട് ആ സമയത്ത് ബസ്സില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നിന്ന് 2 മണിക്കാണ്. കാരണം 11 മണിയായപ്പോൾ പല്ല് പറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളീൻ്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടോടെ ഓട്ടോ ഒക്കെ കിട്ടാൻ. അപ്പോൾ ഞാൻ പിന്നെ ഒരു 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 3-3:30 ആയപ്പോക്കിന് അരീക്കോട് എത്തി. പിന്നെ ഇന്ന് രാത്രി 8 മണിയായപ്പോക്കിന് നീനുട്ടി വന്നിട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു ആ ഒരു വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവും കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വന്ന പാടെ കുറച്ച് നേരം ഇടയ്ക്ക് കിടന്നു. അതുകൊണ്ടാണ് പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നീന് വന്നപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും മുട്ട റോസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വാരി കൊടുത്തു. ഇനി ഇതവിടെ വീടൊക്കെ കലമ്പായി കിടക്കുകയാണ്, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഒന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.